മലയാളത്തിന്റെ മോസ്റ്റ് വയലന്റ് മൂവി മാർക്കോ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ സിനിമയുടെ റിവ്യൂ എന്ന് പറയുന്നത്, ഈ സിനിമ ആദ്യമേ പറയട്ടെ, ഇതിന്റെ സിനിമയുടെ റിവ്യൂവോ 18 വയസ്സിന് താഴെയുള്ളവരെ കാണരുത്. സത്യം പറഞ്ഞാൽ മലയാള സിനിമയിൽ ഇതുപോലൊരു ക്ലൈമാക്സ് ആക്ട് മൊത്തത്തിൽ സിനിമ പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിൽ ഒരേ പേസിൽ പോയിട്ട് സെക്കൻഡ് ഹാഫ് ക്ലൈമാക്സിലേക്ക് ബിൽഡ് ചെയ്തിട്ട് ക്ലൈമാക്സിൽ അതിഗംഭീര കലാശക്കൊട്ടാണ്. അവസാനത്തെ 20 മിനിറ്റ് ആണ് ഇവര് പറയുന്ന മലയാളത്തിലെ മോസ്റ്റ് വയലന്റ് എന്ന് തെളിയിക്കാനുള്ള രംഗങ്ങൾ ഉണ്ടായത് അവസാനത്തെ 20 മിനിറ്റ് ആണ്. അവസാനത്തെ 20 മിനിറ്റ് അതിഗംഭീരമായ വയലൻസ് ആണ്. ഉണ്ണിമുകുന്ദന്റെ സ്വാഗ് സ്ക്രീൻ പ്രസൻസ്, അതുപോലെ തന്നെ രവി ബർസൂറിന്റെ മ്യൂസിക്കും ഹനീഫ് അദിനയുടെ ഡയറക്ഷനും കൂടി ഇത് മലയാള സിനിമയിലെ ഒരു ബെഞ്ച് മാർക്കാണ്. വയലൻസിന്റെ കാര്യത്തിൽ ഒരു ബെഞ്ച് മാർക്കാണ്. സ്റ്റോറി ലൈൻ ഒന്നും പറയാനില്ല. പിന്നെ നെഗറ്റീവായിട്ട് പറയുന്നത് ചില ഡയലോഗുകൾ ചില സ്ഥലത്ത് ക്രിഞ്ചായിട്ട് കല്ലുകടിയായിട്ട് തോന്നിയിട്ടുണ്ട്. ചില ഡയലോഗ് ഡെലിവറി ഫസ്റ്റ് ഹാഫിൽ നമ്മളൊന്ന് പേടിച്ചു, ഈ പടം ഒരു ഡിസാസ്റ്ററിലേക്ക് നീങ്ങുമെന്ന്. പക്ഷെ സെക്കൻഡ് ഹാഫ് കഴിഞ്ഞ് അവസാനത്തെ 20 മിനിറ്റ് ഇവര് പറഞ്ഞ പോലെ ആ വയലന്റ് സീനുകളുടെ ഒരു മാലപ്പടക്കമാണ് ഉണ്ടാവാൻ പോകുന്നത്. അത് കണ്ടപ്പോൾ തന്നെ അയ്യോ, ചില സീനുകൾ എനിക്കൊന്ന് 18+ എന്ന് പറയുമ്പോൾ എനിക്കൊന്ന് സ്ത്രീകളും കുട്ടികളും ആരും ഈ സിനിമ കാണാൻ ധൈര്യപ്പെടുമെന്ന് തോന്നുന്നില്ല. അതുപോലത്തെ സീനുകളാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ കൊറിയൻ സിനിമകളോ തമിഴ് സിനിമകളോ അതിലൊക്കെ ഈ വയലൻസ് കാണുമ്പോൾ നമ്മൾ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യാറുണ്ട്. മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തിയതിന് എന്തായാലും ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. അതിഗംഭീര ഗോറായിട്ടുള്ള വയലന്റ് ആക്ഷൻ സീനുകളാണ്. അത് കാണാൻ ഇഷ്ടമുള്ളവർക്ക് ഒരു പൈസ വസൂൽ മൂവിയാണ്. വേറെ പ്രത്യേകിച്ച് കഥയിലെ എല്ലാ ബിൽഡപ്പും സെറ്റപ്പുകളും എല്ലാം നമ്മളൊരു നോർമൽ കമേഴ്ഷ്യൽ സിനിമകളെ പോലെ തന്നെയാണ്. ഫാമിലി കാലത്തുള്ള റിവെഞ്ചുകളും പരിപാടികളൊക്കെ. പിന്നെ ചില സീനുകളിൽ ഗംഭീര എതിരഭിപ്രായങ്ങൾ ഉണ്ടാവാൻ, ഒരുപക്ഷെ ഈ സിനിമ ഫസ്റ്റ് ഷോ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആദ്യ ദിവസം ഷോ കഴിഞ്ഞാൽ ഇനിയും സീനുകൾ എടുത്തു മാറ്റപ്പെടേണ്ടി വരുമോ എന്നറിയുന്നത്. കാരണം ചില സീനുകൾ ഇനി പറയുന്നത് എന്താ പറയാ, കുട്ടികൾക്ക് നേരെയുള്ള സീനുകൾ, അങ്ങനെയുള്ള ഓരോ സീനുകളായി എടുത്തു പറയുന്നില്ല, അത് സ്പോയിലർ ആയിപ്പോൾ. അങ്ങനെയുള്ള സീനുകൾ ഭയങ്കര ഞെട്ടിക്കുന്ന രീതിയിലാണ് സിനിമയിൽ എടുത്തു വെച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ അവരെന്താണ് പറഞ്ഞത് ആ സാധനം ക്ലൈമാക്സിൽ അവർ എടുത്തു വെച്ച് കാണിച്ചു തന്നിട്ടുണ്ട്. ലോങ് ക്ലൈമാക്സ് സീനാണ്. അതുപോലെ തന്നെ എന്താ പറയാ, ആ സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഒരു വളരെ ബാഡ് ആറ്റിറ്റ്യൂഡ് ഉള്ള ഒരു ക്യാരക്ടറായിട്ട് ഉണ്ണിമുകുന്ദന്റെ സ്ക്രീൻ പ്രസൻസും ആക്ഷനും ഒക്കെ കൊണ്ട് ഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ആ മോസ്റ്റ് വയലന്റ് മൂവി, വയലന്റ് സീനുകളുടെ ആ എടുത്തിരിക്കുന്ന ആ ഒരു ഞെട്ടിക്കുന്ന സീനുകൾ, ആ ഒരു സീനുകൾ എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് മാത്രമേ ഈ സിനിമ കാണാം. കഥയോ അങ്ങനെയുള്ള സംഭവങ്ങളോ ഒന്നും നോക്കിയിട്ട് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കരുത്. മലയാള സിനിമയിൽ ഒരു വേറിട്ട അറ്റംപ്റ്റ് എന്ന രീതിയിൽ മാർക്കോ ഒരു പ്രാവശ്യം തീർച്ചയായും കണ്ടിരിക്കേണ്ട മൂവി തന്നെയാണ്.